3 വർഷത്തെ കഠിനമായ കാത്തിരിപ്പിനും പ്രയത്നത്തിനുമൊടുവിൽ രാകേഷ് ശർമ്മ IAS ഓഫീസറായി തൻ്റെ ജന്മനാട്ടിലേക്ക് മടങ്ങിയെത്തുകയാണ്. ഡൽഹിയിലെ തിരക്കേറിയ റെയിൽവേ സ്റ്റേഷനിലെ 4-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ ട്രെയിൻ വന്നു നിന്നു. ട്രെയിനിൽ നിന്ന് താഴെ ഇറങ്ങിയ ആ 30-കാരൻ്റെ കണ്ണുകളിൽ ഒരു പ്രത്യേക തിളക്കമുണ്ടായിരുന്നു. നീല നിറത്തിലുള്ള ലളിതമായ ഷർട്ട് ധരിച്ച് തോളിൽ ഒരു സർക്കാർ ബാഡ്ജ് പതിപ്പിച്ച ബാഗുമായി ഇറങ്ങി വന്ന അവനെ നോക്കി യാത്രക്കാർ ഒന്ന് നിന്നു. ആത്മവിശ്വാസം തുടിക്കുന്ന നടത്തമാണെങ്കിലും അവൻ്റെ മുഖത്ത് അല്പം ക്ഷീണം നിഴലിക്കുന്നുണ്ടായിരുന്നു. ആ ക്ഷീണം ജീവിതത്തിൻ്റെ ഏറ്റവും താഴെത്തട്ടിൽ നിന്ന് ചോരയും നീരും നൽകി പൊരുതിക്കയറി വന്നവർക്ക് മാത്രം മനസ്സിലാകുന്ന ഒന്നായിരുന്നു. ഈ സ്റ്റേഷൻ രാകേഷിനെ സംബന്ധിച്ച് വെറും ഒരു റെയിൽവേ പ്ലാറ്റ്ഫോം ആയിരുന്നില്ല. 3 വർഷം മുൻപ് തൻ്റെ ജീവിതം വഴിമുട്ടി നിന്ന ഇടമായിരുന്നു അത്. അന്ന് സിസ്റ്റത്തോട് പോരാടാൻ ഉറച്ച പരീക്ഷയ്ക്കായി യാത്ര തിരിക്കുമ്പോൾ തൻ്റെ ഭാര്യ മമത അവൻ്റെ കൈകൾ പിടിച്ചു കരഞ്ഞത് അവൻ ഓർക്കുന്നു. പോകരുത് രാകേഷ്, ഈ ലോകം വളരെ മോശമാണ് എന്ന് അവൾ അന്ന് വിലപിച്ചിരുന്നു. എന്നാൽ ദരിദ്രത്തിൽ നിന്നും അപമാനത്തിൽ നിന്നും രക്ഷപ്പെടാൻ താൻ ഈ ലക്ഷ്യം നേടിയേ മതിയാകൂ എന്ന് പറഞ്ഞ് അവളെ സമാധാനിപ്പിച്ചാണ് അവൻ പോയത്. ഇന്ന് അവൻ മടങ്ങി വന്നിരിക്കുന്നത് ഒരു ഉന്നത ഉദ്യോഗസ്ഥനായാണ്. 3 വർഷത്തെ ഉറക്കമില്ലാത്ത രാത്രികൾ, പട്ടിണി, പരാജയഭീതി, മറ്റുള്ളവരുടെ പരിഹാസങ്ങൾ എന്നിവയെല്ലാം മറികടന്നാണ് അവൻ ഈ നേട്ടം സ്വന്തമാക്കിയത്. ട്രെയിനിൽ നിന്നിറങ്ങിയ ഉടൻ അവൻ തൻ്റെ മൊബൈൽ ഫോൺ എടുത്ത് മമതയുടെ നമ്പർ തിരഞ്ഞു. പക്ഷേ കഴിഞ്ഞ 3 വർഷമായി ആ നമ്പറിൽ നിന്ന് മറുപടികളൊന്നും ഉണ്ടായിരുന്നില്ല. മമത തന്നോട് പിണക്കത്തിലാണോ അതോ അവൾ തന്നെ മറന്നുപോയോ എന്നൊക്കെയുള്ള ചിന്തകൾ രാകേഷിൻ്റെ ഉള്ളിൽ ഭയമുണ്ടാക്കിയിരുന്നു. എങ്കിലും എവിടെയോ എന്തോ വലിയൊരു അപകടം സംഭവിച്ചിട്ടുണ്ടെന്ന ഒരു ഉൾവിളി അവൻ്റെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരുന്നു. അടുത്ത ട്രെയിനിനായി ഏകദേശം 40 മിനിറ്റ് കാത്തു നിൽക്കേണ്ടതുണ്ടായിരുന്നു. വിശപ്പും ദാഹവും തോന്നിയ രാകേഷ് ഒരു ചായ കുടിക്കാനായി പ്ലാറ്റ്ഫോമിൻ്റെ ഒരു മൂലയിലേക്ക് നടന്നു. അവിടെ ചില സ്ത്രീകൾ കീറിപ്പറഞ്ഞ സാരിയുടുത്ത് ഭിക്ഷ യാചിക്കുന്നത് അവൻ കണ്ടു. അത്തരം കാഴ്ചകൾ ഇന്ത്യൻ റെയിൽവേ സ്റ്റേഷനുകളിൽ പതിവായതുകൊണ്ട് അവൻ ആദ്യം അത് കാര്യമാക്കിയില്ല. എന്നാൽ തലയിൽ ഒരു പഴയ തുണി പുതച്ചിരിക്കുന്ന ഒരു സ്ത്രീയെ കണ്ടപ്പോൾ രാകേഷിൻ്റെ ഉള്ളിൽ മിന്നൽ പിണർ പാഞ്ഞു. ആ സ്ത്രീയുടെ കണ്ണുകൾക്ക് വിചിത്രമായൊരു പരിചയം തോന്നി. അവൻ സ്വയം സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. ഇല്ല, ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല. എന്നാൽ മനസ്സ് പറയുന്നത് മറ്റൊന്നായിരുന്നു. ആ സ്ത്രീ പതുക്കെ പറഞ്ഞു, ബാബുജി, കുറച്ച് പൈസ തരൂ. 2 ദിവസമായി ഒന്നും കഴിച്ചിട്ടില്ല. ആ ശബ്ദം രാകേഷിൻ്റെ കാതുകളിൽ ഇടിത്തി വീണ പോലെ പതിച്ചു. 3 വർഷം മുൻപ് താൻ ഓരോ രാത്രിയും കേട്ടിരുന്ന അതേ ശബ്ദം, തൻ്റെ പ്രിയപ്പെട്ട മമതയുടെ ശബ്ദം. രാകേഷിൻ്റെ കയ്യിൽ നിന്നും ബാഗ് താഴെ വീണു. അവൻ ആകെ മരവിച്ചുപോയി. മമത തലയുയർത്തി നോക്കിയപ്പോൾ ആ അജ്ഞാതൻ തൻ്റെ ഭർത്താവാണെന്ന് അവൾ തിരിച്ചറിഞ്ഞു. അവളുടെ മുഖം വിളറി വെളുത്തു. കയ്യിലിരുന്ന ഭിക്ഷപാത്രം നിലത്ത് വീഴുകയും നാണയങ്ങൾ പ്ലാറ്റ്ഫോമിൽ ചിതറിക്കിടക്കുകയും ചെയ്തു. മമത അവിടെ ഇരുന്ന് പൊട്ടിക്കരയാൻ തുടങ്ങി. താമസിയാതെ പ്ലാറ്റ്ഫോമിൽ ആളുകൾ കൂടാൻ തുടങ്ങി. എന്താണ് സംഭവിക്കുന്നതെന്ന് ആർക്കും മനസ്സിലായില്ല. തൻ്റെ സ്വപ്നസുന്ദരിയായി കണ്ടിരുന്ന അവൾക്ക് വേണ്ടിയായിരുന്നല്ലോ താൻ ഇത്രയും കഷ്ടപ്പെട്ട ഒരു ഓഫീസറായത്. ഇന്ന് ആ പെണ്ണ് പിച്ചയെടുക്കുന്നത് കണ്ട് രാകേഷിൻ്റെ ഹൃദയം തകർന്നുപോയി. അവൻ മുട്ടുകുത്തി അവളുടെ മുന്നിലിരുന്ന് വിറയ്ക്കുന്ന ശബ്ദത്തിൽ ചോദിച്ചു, മമത, നിനക്ക് ഇതെന്തു പറ്റി? മമതയുടെ കരച്ചിൽ പ്ലാറ്റ്ഫോമിലെ ബഹളങ്ങൾക്കിടയിലും രാകേഷിൻ്റെ കാതുകളിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. താൻ സ്നേഹിച്ച പെണ്ണ്, തൻ്റെ വിജയത്തിനായി പ്രാർത്ഥിച്ചിരുന്നവൾ ഇന്ന് തെരുവിൽ ഭിക്ഷ യാചിക്കുന്നു എന്നത് അവൻ ഉൾക്കൊള്ളാനായില്ല. രാകേഷ് വിറയ്ക്കുന്ന കൈകളോടെ അവളെ എഴുന്നേൽപ്പിച്ചു. മമതയുടെ വസ്ത്രങ്ങൾ അഴുക്കുപുരണ്ടതായിരുന്നു. അവളുടെ മുഖം വിളറി മെലിഞ്ഞിരുന്നു. അവൾക്ക് നേരെ നിൽക്കാൻ പോലും കഴിയാത്തത്ര തളർച്ചയുണ്ടായിരുന്നു. രാകേഷ് അവളെ പ്ലാറ്റ്ഫോമിലെ ഒരു ബെഞ്ചിലേക്ക് മാറ്റിയിരുത്തി. കുടിക്കാൻ അല്പം വെള്ളം നൽകി. അവൻ പറഞ്ഞു, മമത, നീ എന്തിനാണ് കരയുന്നത്? ആരാണ് നിന്നെ ഈ അവസ്ഥയിലാക്കിയത്? നമ്മുടെ വീടെവിടെ? എന്തിനാണ് നീ ഇവിടെ ഭിക്ഷ യാചിക്കുന്നത്? ചോദ്യങ്ങൾ രാകേഷിൻ്റെ ഉള്ളിൽ നിന്ന് ഒഴുകി വന്നു. എന്നാൽ മമതയുടെ കണ്ണുകളിൽ ഭയമായിരുന്നു. അവൾ മറുപടി പറയാതെ പ്ലാറ്റ്ഫോമിൻ്റെ മറ്റൊരു അങ്ങേ മൂലയിലേക്ക് കൈ ചൂണ്ടി. അവിടെ 2 വയോധികർ ഭിക്ഷപാത്രവുമായി നിലത്തിരിക്കുന്നത് രാകേഷ് കണ്ടു. കീറിപ്പറഞ്ഞ വസ്ത്രങ്ങൾ ധരിച്ച് നടുവ് വളഞ്ഞ കാഴ്ച മങ്ങിയ ആ രൂപങ്ങളെ കണ്ടപ്പോൾ രാകേഷിൻ്റെ ശ്വാസം നിലച്ചുപോയി. അത് തൻ്റെ മാതാപിതാക്കളായിരുന്നു. തൻ്റെ അച്ഛനും അമ്മയും. ചെറുപ്പത്തിൽ തന്നെ തോളിലേറ്റി നടന്ന, വിരൽത്തുമ്പിൽ പിടിച്ച് നടക്കാൻ പഠിപ്പിച്ച് തൻ്റെ അച്ഛൻ ഇന്ന് ഭിക്ഷപാത്രത്തിന് മുന്നിൽ തല താഴ്ത്തിയിരിക്കുന്നു. അമ്മയുടെ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. പ്ലാറ്റ്ഫോമിലെ തിരക്കിനിടയിൽ ആരും ശ്രദ്ധിക്കാത്ത വെറും ഭിക്ഷക്കാരിയായി അവർ മാറിപ്പോയി. രാകേഷ് ഓടിച്ചെന്ന് അച്ഛൻ്റെ കൈകളിൽ പിടിച്ചു.
ആ തഴമ്പിച്ച കൈകൾ രാകേഷിന്റെ സ്പർശനം തിരിച്ചറിഞ്ഞില്ല. അച്ഛാ എന്ന് അവൻ വിളിച്ചപ്പോൾ മാത്രമാണ് ആ വൃദ്ധൻ തൻ്റെ വിളറിയ കണ്ണുകൾ ഉയർത്തി നോക്കിയത്. സ്വന്തം മകനെ തിരിച്ചറിഞ്ഞ നിമിഷം ആ അച്ഛൻ്റെ കണ്ണുകളിൽ നിന്ന് കണ്ണീർ ധാരാധാരായി ഒഴുകി. അദ്ദേഹത്തിന് ഒന്നും സംസാരിക്കാൻ കഴിഞ്ഞില്ല. ആകെ നാണക്കേട് കൊണ്ട് അദ്ദേഹം മുഖം കുനിച്ചു. രാകേഷിന്റെ ഉള്ളിൽ എന്തോ തകർന്നുപോയി. 3 വർഷം മുമ്പ് താൻ ഈ നാട് വിടുമ്പോൾ ഇങ്ങനെയൊരു കാഴ്ച സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല. ഒരു ഓഫീസറായി താൻ നേടിയ വിജയം ഇന്ന് തൻ്റെ മാതാപിതാക്കളുടെ കണ്ണീരിന് മുന്നിൽ നിസ്സാരമായി തോന്നി. തന്നെ ഈ നിലയിലെത്തിക്കാൻ കഷ്ടപ്പെട്ടവർക്ക് ഒരു നേരം ഭക്ഷണം നൽകാൻ പോലും തനിക്കായില്ലല്ലോ എന്ന കുറ്റബോധം അവനെ വേട്ടയാടി. മമത, നീ പറയൂ, ഇത് എങ്ങനെ സംഭവിച്ചു? രാകേഷ് ഗർജിച്ചു. മമത പതുക്കെ സംസാരിക്കാൻ തുടങ്ങി. അവൾ പറഞ്ഞു തുടങ്ങിയ ഓരോ വാക്കും രാകേഷിന്റെ ഉള്ളിൽ തീപ്പൊരി പടർത്തി. ഇത് വെറും ദാരിദ്ര്യം കൊണ്ടല്ല, മറിച്ച് തൻ്റെ സ്വന്തം എന്ന് കരുതിയവരുടെ ചതിയുടെ കഥയായിരുന്നു. രാകേഷ് വീട് വിട്ടു പോയതിനു പിന്നാലെ അവൻ്റെ മൂത്ത സഹോദരൻ സുമിത്തും ഭാര്യ സംഗീതയും ചേർന്ന് നടത്തിയ ക്രൂരതകളാണ് തൻ്റെ കുടുംബത്തെ തെരുവിലേക്ക് തള്ളിയിട്ടതെന്ന് അവൾ പറഞ്ഞു. നിങ്ങൾ പോയതോടെ അവരുടെ ഭാവം മാറി, മമത തേങ്ങിക്കൊണ്ട് പറഞ്ഞു. സുമിത് ഭായിയും സംഗീത ചേച്ചിയും ചേർന്ന് അച്ഛനെയും അമ്മനെയും നിരന്തരം ഉപദ്രവിക്കുമായിരുന്നു. നിങ്ങളെക്കുറിച്ച് അവർ മോശം കാര്യങ്ങൾ പറയുമായിരുന്നു. നിങ്ങൾ ഒരിക്കലും വിജയിക്കില്ലെന്നും തെണ്ടി നടക്കുമെന്നും അവർ ശപിച്ചു. രാകേഷിന്റെ കൈകൾ ചുരുട്ടി പിടിച്ചു. അവൻ അറിയാതെ അവൻ്റെ കണ്ണുകൾ ചുവന്നു. IAS ഓഫീസറായ തനിക്ക് മുന്നിലെ യഥാർത്ഥ ശത്രുക്കൾ പുറത്തുള്ളവരല്ല, മറിച്ച് തൻ്റെ സ്വന്തം വീട്ടിലുള്ളവരാണെന്ന് അവൻ തിരിച്ചറിയുകയായിരുന്നു. മമത പറഞ്ഞു തുടങ്ങിയ ഓരോ വാചകവും രാകേഷിന്റെ ഹൃദയത്തിൽ മുറിവേൽപ്പിക്കുകയായിരുന്നു. 3 വർഷം മുൻപ് രാകേഷ് IAS പരീക്ഷയുടെ പരിശീലനത്തിനായി നഗരത്തിലേക്ക് വണ്ടി കയറിയപ്പോൾ വീട് സമാധാനത്തിന്റെ ഒരു കൂടാരമായിരുന്നു എന്നാണ് അവൻ കരുതിയിരുന്നത്. എന്നാൽ രാകേഷിന്റെ അസാന്നിധ്യത്തിൽ ആ വീടിനുള്ളിൽ ചതിയുടെ വിത്തുകൾ പാകപ്പെട്ടിരുന്നു എന്ന് അവൻ അറിഞ്ഞില്ല. രാകേഷിന്റെ ജ്യേഷ്ഠൻ സുമിത്തും ഭാര്യ സംഗീതയും പുറമെ വളരെ ഭക്തിയുള്ളവരും സ്നേഹമുള്ളവരുമായിട്ടാണ് അഭിനയിച്ചിരുന്നത്. എന്നാൽ ഉള്ളിൽ അവർ ദീർഘകാലമായി വീടിന്റെ സ്വത്തിന്മേൽ കണ്ണുവെച്ചിരിക്കുകയായിരുന്നു. രാകേഷ് വീട്ടിൽ നിന്ന് പടിയിറങ്ങിയ അതേ ദിവസം മുതൽ അവരുടെ സ്വഭാവം മാറി തുടങ്ങി. രാകേഷിന്റെ വിജയത്തിനായി പ്രാർത്ഥിച്ചിരുന്ന മാതാപിതാക്കളെ അവർ പരിഹസിക്കാൻ തുടങ്ങി. പഠിക്കാൻ പോയവൻ അവിടെ അടിച്ചു പൊളിച്ചു നടക്കുകയായിരിക്കും, അവൻ ഒരിക്കലും തിരിച്ചു വരാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അവർ അച്ഛനമ്മമാരുടെ മനസ്സ് മുടിപ്പിച്ചു. മമതയോടുള്ള അവരുടെ പെരുമാറ്റം അതിക്രൂരമായിരുന്നു. രാകേഷിന്റെ പഠനത്തിന് തടസ്സമാകരുതെന്ന് കരുതി അവൾ ഇതെല്ലാം സഹിച്ചു. രാകേഷ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുകയല്ലേ, അവനെ എന്തിനാണ് വെറുതെ ടെൻഷൻ അടിപ്പിക്കുന്നത് എന്ന് കരുതി അവൾ ഫോൺ വിളിക്കുമ്പോൾ പോലും വീട്ടിലെ കഷ്ടപ്പാടുകൾ അവനോട് പറഞ്ഞിരുന്നില്ല. ഈ നിശബ്ദതയെ സുമിത്തും സംഗീതയും മുതലെടുത്തു. വീട്ടിലെ ദാരിദ്ര്യം അവർ സ്വയം സൃഷ്ടിച്ചതായിരുന്നു. രാകേഷ് അയച്ചു കൊടുക്കുന്ന പണമോ വീട്ടിലെ വരുമാനമോ അവർ മമതയ്ക്കോ മാതാപിതാക്കൾക്കോ നൽകാതെ സ്വന്തം ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ചു. മമതയോട് അവർ പറഞ്ഞു, രാകേഷ് പണം ഒന്നും അയക്കുന്നില്ല, അവൻ അവിടെ മറ്റൊരു ജീവിതം തുടങ്ങിക്കാണും. ഈ കള്ളങ്ങൾ കേട്ട് മമത തകർന്നു പോയെങ്കിലും തൻ്റെ ഭർത്താവിനെ അവൾക്ക് വിശ്വാസമായിരുന്നു. സുമിത്തിൻ്റെ തന്ത്രങ്ങൾ അവിടെയും തീർന്നില്ല. അയൽക്കാരോടും നാട്ടുകാരോടും രാകേഷിനെ കുറിച്ച് അവർ മോശമായി കഥകൾ പ്രചരിപ്പിച്ചു. രാകേഷ് നാട് വിട്ടുപോയത് വീട്ടിലെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒളിച്ചോടാനാണെന്ന് അവർ വരുത്തി തീർത്തു. ക്രമേണ നാട്ടുകാരും അവരെ ഒറ്റപ്പെടുത്തി. മമതയ്ക്ക് വീടിന് പുറത്തിറങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥയായി. അവൾ ഒരു തടവുകാരിയെ പോലെ ആ വീട്ടിൽ കഴിഞ്ഞു. മാതാപിതാക്കൾക്ക് ശരിയായ ഭക്ഷണമോ മരുന്നോ ലഭിച്ചിരുന്നില്ല. അവർ അവശയായിക്കൊണ്ടിരിക്കുകയായിരുന്നു. രാകേഷ് ഓരോ തവണ ഫോൺ വിളിക്കുമ്പോഴും സുമിത് അത് മനഃപൂർവ്വം മുടക്കുകയോ അല്ലെങ്കിൽ രാകേഷിനോട് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കള്ളം പറയുകയോ ചെയ്തിരുന്നു. പിന്നീട് അവർ മമതയുടെ ഫോൺ തട്ടിയെടുക്കുകയും സിം കാർഡ് നശിപ്പിക്കുകയും ചെയ്തു. ഇതോടെ രാകേഷും കുടുംബവും തമ്മിലുള്ള എല്ലാ ബന്ധങ്ങളും അറ്റുപോയി. രാകേഷിന്റെ അസാന്നിധ്യം ഒരു അവസരമായി കണ്ട് സുമിത്തും സംഗീതയും അടുത്ത നീക്കം ആസൂത്രണം ചെയ്തു. അത് വെറും വഴക്കോ പരിഹാസമോ ആയിരുന്നില്ല, മറിച്ച് മാതാപിതാക്കളുടെ ജീവിതകാലം മുഴുവൻ സമ്പാദ്യവും വീടും തട്ടിയെടുക്കാനുള്ള വലിയൊരു ചതിയായിരുന്നു. ആ ചതിയുടെ ആഴം എത്രത്തോളം ഉണ്ടെന്ന് കേട്ടപ്പോൾ രാകേഷിന്റെ രക്തം തിളച്ചു. തൻ്റെ ജ്യേഷ്ഠൻ ഇത്രയും ക്രൂരനാകുമെന്ന് അവൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല. മമതയുടെ കണ്ണീരും അച്ഛൻ്റെ വിറയ്ക്കുന്ന കൈകളും ആ ചതിയുടെ ഇരകളാണെന്ന് അവൻ വേദനയോടെ തിരിച്ചറിഞ്ഞു. സുമിത്തിൻ്റെയും സംഗീതയുടെയും ക്രൂരതകൾ വെറും വാക്കുകളിൽ ഒതുങ്ങിയിരുന്നതായിരുന്നില്ല,
വീടിൻ്റെയും സ്വത്തിൻ്റെയും മേലുള്ള തങ്ങളുടെ അവകാശം ഉറപ്പിക്കാനായി അവർ നിയമത്തിൻ്റെ പഴുതുകൾ ഉപയോഗിച്ച് വലിയൊരു കെണിയൊരുക്കി. മമത ആ ഭയാനകമായ രാത്രികളെക്കുറിച്ച് രാകേഷിനോട് വിവരിക്കുമ്പോൾ അവളുടെ ശബ്ദം വിറയ്ക്കുന്നുണ്ടായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളാൽ വലയുന്ന മാതാപിതാക്കളെ സുമിത് തന്ത്രപരമായി സമീപിച്ചു. സർക്കാർ നൽകുന്ന വാർദ്ധക്യകാല പെൻഷൻ ശരിയാക്കി തരാമെന്നും സൗജന്യ ചികിത്സയ്ക്കുള്ള ഇൻഷുറൻസ് കാർഡുകൾ നൽകാമെന്നും പറഞ്ഞ് അവൻ അവരെ വിശ്വസിപ്പിച്ചു. തങ്ങളുടെ മൂത്ത മകൻ സഹായിക്കാൻ വരുന്നത് കണ്ട് ആ പാവം മാതാപിതാക്കൾക്ക് സന്തോഷമേ ഉണ്ടായിരുന്നുള്ളൂ. സുമിത് അവരെ തഹസിൽദാർ ഓഫീസിലേക്കും ബാങ്കിലേക്കും കൊണ്ടുപോയി. അവിടെ വെച്ച് പല വെള്ളക്കടലാസുകളിലും ആധാരങ്ങളിലും അവർക്ക് മനസ്സിലാകാത്ത ഭാഷയിലുള്ള രേഖകളിലും അവരുടെ വിരലടയാളം പതിപ്പിച്ചു. കാഴ്ച മങ്ങിയ അച്ഛനും അക്ഷരമറിയാത്ത അമ്മയും തങ്ങൾ ഒപ്പിടുന്നത് സ്വന്തം മരണ വാറണ്ടിയിലാണെന്ന് അറിഞ്ഞിരുന്നില്ല. പതിയെ പതിയെ ആ വീടും പറമ്പും രാകേഷിൻ്റെ അച്ഛൻ വർഷങ്ങളോളം മണ്ണിൽ പണിയെടുത്തുണ്ടാക്കിയ സമ്പാദ്യവുമെല്ലാം സുമിത്തിൻ്റെയും സംഗീതയുടെയും പേരിലായി മാറി. സ്വത്ത് കൈക്കലാക്കിയതോടെ അവരുടെ യഥാർത്ഥ രൂപം പുറത്തു വന്നു. ഒരു ദിവസം രാത്രിയിൽ ഭക്ഷണത്തെ ചൊല്ലിയുണ്ടായ ചെറിയ തർക്കത്തിന്റെ പേരിൽ സുമിത് അച്ഛനെ തള്ളി താഴെയിട്ടു. ഇത് തടയാൻ വന്ന് മമതയെ സംഗീത ക്രൂരമായി മർദ്ദിച്ചു. ഇനി ഈ വീട്ടിൽ നിങ്ങൾക്ക് സ്ഥാനമില്ല, ഇതെല്ലാം എൻ്റെ പേരിലാണ് എന്ന് ആക്രോശിച്ചുകൊണ്ട് സുമിത് അവരെ എല്ലാവരെയും ആ അർദ്ധരാത്രിയിൽ വീട്ടിൽ നിന്ന് പുറത്താക്കി. പുറത്ത് കനത്ത മഴ പെയ്യുകയായിരുന്നു. കയ്യിൽ പണമോ മൊബൈലോ ഒന്നുമില്ലാതെ, ഉടുതുണിക്ക് മറുതുണി പോലും ഇല്ലാതെ ആ 3 പേരും തെരുവിലായി. മമത അവശയായ മാതാപിതാക്കളെയും താങ്ങി റെയിൽവേ സ്റ്റേഷൻ ലക്ഷ്യമാക്കി നടന്നു. അന്ന് രാത്രി മുഴുവൻ അവർ പ്ലാറ്റ്ഫോമിലെ ഒരു മൂലയിൽ ഇരുന്ന് കരഞ്ഞു. പിറ്റേന്ന് സുമിത്തിനെ കണ്ട് സംസാരിക്കാൻ ശ്രമിച്ചെങ്കിലും അവൻ അവരെ ആട്ടിയോടിച്ചു. താൻ സ്നേഹിച്ചു വളർത്തിയ മകൻ തന്നെ ഇങ്ങനെ ചതിക്കുമെന്ന് ആ അച്ഛൻ ഒരിക്കലും കരുതിയിരുന്നില്ല. ബന്ധുക്കളെയോ നാട്ടുകാരെയോ സമീപിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. കാരണം സുമിത് ഇതിനോടകം തന്നെ നാട്ടുകാരോട് അവർ നാടുവിട്ടുപോയി എന്ന് കള്ളം പറഞ്ഞു കഴിഞ്ഞിരുന്നു. നിയമസഹായം തേടാൻ പോലും അവർക്ക് അറിയില്ലായിരുന്നു. അങ്ങനെയാണ് ആ അന്തസ്സുള്ള കുടുംബം പ്ലാറ്റ്ഫോമിലെ ഭിക്ഷക്കാരായി മാറിയത്. മമത പ്ലാറ്റ്ഫോമിലെ കടകളിൽ പാത്രം കഴുകിയും തറ തുടച്ചും അവർക്ക് വേണ്ട ഭക്ഷണം കണ്ടെത്തി. പലപ്പോഴും ഒന്നും കിട്ടാതെ വരുമ്പോൾ അവൾക്ക് കൈ നീട്ടേണ്ടി വന്നു. രാകേഷ് IAS ഓഫീസർ ആയെന്ന് നാട്ടിൽ അറിഞ്ഞപ്പോൾ സുമിത് ആ വാർത്ത അവരിൽ നിന്ന് ഒളിച്ചു വെച്ചു. രാകേഷ് വിജയിച്ചു എന്ന് അറിഞ്ഞാൽ തങ്ങളുടെ കള്ളത്തരം പുറത്താകുമെന്ന് അവൻ ഭയന്നു. ഈ ചതിയുടെ ഓരോ അധ്യായവും കേട്ടപ്പോൾ രാകേഷിന്റെ ഉള്ളിൽ സങ്കടത്തേക്കാൾ വലിയൊരു പക പുകയുന്നുണ്ടായിരുന്നു. നിയമം നടപ്പിലാക്കുന്ന ഒരു ഓഫീസറാകുന്നതിന് മുൻപ് താൻ ഒരു മകനാണെന്ന് ഭർത്താവാണെന്നും അവൻ ഓർത്തു. കഴിഞ്ഞ 3 വർഷം മമതയും മാതാപിതാക്കളും റെയിൽവേ പ്ലാറ്റ്ഫോമിൽ കഴിച്ചുകൂട്ടിയ ഓരോ നിമിഷവും മരണതുല്യമായിരുന്നു എന്ന് രാകേഷ് മനസ്സിലായി. മമതയുടെ വാക്കുകളിൽ ആ വേദന മുഴങ്ങുന്നുണ്ടായിരുന്നു. അവൻ തുടർന്നു പറഞ്ഞു, ആദ്യമൊക്കെ റെയിൽവേ സ്റ്റേഷനിൽ കഴിയുക എന്നത് വലിയൊരു നാണക്കേടായി തോന്നിയിരുന്നു. പക്ഷേ അച്ഛൻ്റെയും അമ്മയുടെയും വിശപ്പ്, അവരുടെ അസുഖങ്ങൾ കണ്ടപ്പോൾ ആ നാണക്കേട് പതുക്കെ ഇല്ലാതായി. അച്ഛന് മരുന്നിനും അമ്മയ്ക്ക് ഭക്ഷണത്തിനും വേണ്ടി ഞാൻ പ്ലാറ്റ്ഫോമിലെ ചായക്കടകളിൽ പാത്രം കഴുകി. അവിടെയുള്ള യാത്രക്കാർ ഉപേക്ഷിച്ചു പോകുന്ന ഭക്ഷണാവിഷ്ടങ്ങൾ കണ്ട് അമ്മ കരയുമായിരുന്നു. മമതയുടെ കൈകളിലെ തഴമ്പുകൾ രാകേഷ് ശ്രദ്ധിച്ചു. ഒരിക്കലും മൃദുവായ കൈകളായിരുന്നു അവളുടേത്. ഇന്ന് ആ കൈകളിൽ പ്ലാറ്റ്ഫോം തൂത്തുവാരിയതിൻ്റെയും പാത്രം കഴുകിയതിൻ്റെയും പാടുകൾ നിറഞ്ഞിരിക്കുന്നു. രാകേഷ് IAS പരീക്ഷ എഴുതിക്കൊണ്ടിരുന്ന സമയത്ത് മമത ഇവിടെ ഓരോ രൂപയ്ക്കും വേണ്ടി പോരാടുകയായിരുന്നു. രാകേഷിനെ പലതവണ ഫോൺ വിളിക്കാൻ അവൾ ശ്രമിച്ചിരുന്നു. പക്ഷേ സുമിത് അവളുടെ ഫോൺ നശിപ്പിച്ചതുകൊണ്ടും കയ്യിൽ പണമില്ലാത്തതുകൊണ്ടും അവൾക്ക് ആരുടെയും സഹായം ചോദിക്കാൻ കഴിഞ്ഞില്ല. നിങ്ങൾ സുഖമായിരിക്കുന്നു എന്ന് ഞാൻ കരുതി. നിങ്ങൾ എന്നെങ്കിലും വരുമെന്ന വിശ്വാസം മാത്രമായിരുന്നു എൻ്റെ ജീവൻ നിലനിർത്തിയത്, മമത തേങ്ങിക്കൊണ്ട് പറഞ്ഞു. രാകേഷിൻ്റെ അച്ഛൻ പതുക്കെ അവൻ്റെ കൈകളിൽ തലോടി. അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ ആ വലിയ ഉദ്യോഗസ്ഥനായ മകനെ അഭിമാനത്തോടെയും ഒപ്പം വലിയ സങ്കടത്തോടെയും നോക്കി. തൻ്റെ മകൻ ഒരു IAS ഓഫീസർ ആയെന്ന് അദ്ദേഹം അറിഞ്ഞത് അപ്പോഴാണ്. ആ പാവം മനുഷ്യൻ വിറയ്ക്കുന്ന ശബ്ദത്തിൽ പറഞ്ഞു, മകനെ, നീ വലിയ ആളായെന്ന് എനിക്കറിയാം, പക്ഷേ ഞങ്ങളുടെ ഗതി കണ്ടില്ലേ? രാകേഷ് തൻ്റെ മാതാപിതാക്കളുടെ പാദങ്ങളിൽ തൊട്ട് വന്ദിച്ചു. അവൻ്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഒഴുകി മണ്ണിൽ വീണു. എനിക്ക് മാപ്പ് തരൂ. ഒരു ഓഫീസറാകാനുള്ള ഓട്ടത്തിനിടയിൽ എൻ്റെ വേരുകൾ ഞാൻ മറന്നുപോയി. ഞാൻ വിജയിച്ചു എന്ന് കരുതുന്നിടത്താണ് നിങ്ങൾ തെരുവിലനഞ്ഞത്. ഈ വിജയത്തിന് എന്തർത്ഥമാണുള്ളത്? രാകേഷ് വേദനയോടെ ചോദിച്ചു. പ്ലാറ്റ്ഫോമിലെ ആളുകൾ ഈ ദൃശ്യം കണ്ട് അത്ഭുതപ്പെട്ടു നിന്നു.
ഒരു IAS ഓഫീസർ ഭിക്ഷക്കാർ മുന്നിൽ കരയുന്നത് അവർക്ക് വിചിത്രമായി തോന്നി. എന്നാൽ രാകേഷിന് അത് തൻ്റെ കുടുംബമായിരുന്നു. അവൻ അപ്പോൾ തന്നെ ഒരു തീരുമാനമെടുത്തു. ഈ പ്ലാറ്റ്ഫോമിൽ അവർ ചിലവിട്ട ഓരോ നിമിഷത്തിനും സുമിത്തും സംഗീതയും മറുപടി പറയേണ്ടി വരും. രാകേഷ് ഉടൻ തന്നെ തൻ്റെ കീഴ് ഉദ്യോഗസ്ഥരെ ഫോണിൽ ബന്ധപ്പെട്ടു. തൻ്റെ കുടുംബത്തെ അവിടെ നിന്ന് സുരക്ഷിതമായ ഒരിടത്തേക്ക് മാറ്റാൻ അവൻ നിർദ്ദേശം നൽകി. ഒരു സാധാരണക്കാരനായല്ല, മറിച്ച് നിയമത്തിൻ്റെ കരുത്തുള്ള ഒരു ഉദ്യോഗസ്ഥനായിട്ടായിരിക്കും ഇനി തൻ്റെ നീക്കങ്ങളെന്ന് അവൻ ഉറപ്പിച്ചു. പക്ഷേ വെറും ഒരു പ്രതികാരം എന്നതിലുപരി തൻ്റെ കുടുംബത്തിന് നഷ്ടപ്പെട്ട അന്തസ്സും വീടും തിരികെ നൽകുക എന്നതായിരുന്നു അവൻ്റെ ലക്ഷ്യം. സുമിത് നിയമത്തിൻ്റെ കണ്ണുകളിൽ പൊടിയിട്ടാണ് സ്വത്ത് തട്ടിയെടുത്തത്. അതേ നിയമം കൊണ്ട് തന്നെ അവനെ പാഠം പഠിപ്പിക്കാൻ രാകേഷ് തൻ്റെ മനസ്സിൽ ഒരു പദ്ധതി തയ്യാറാക്കി. പ്ലാറ്റ്ഫോമിൽ വെച്ച് തൻ്റെ കുടുംബത്തിൻ്റെ ദുരവസ്ഥ നേരിൽ കണ്ട രാകേഷ് തൻ്റെ ഔദ്യോഗിക പദവി ഉടൻ തന്നെ പരസ്യപ്പെടുത്തിയില്ല. പകരം തൻ്റെ കുടുംബത്തെ അവിടെ നിന്നും മാറ്റുകയാണ് അവൻ ആദ്യം ചെയ്തത്. സ്റ്റേഷന് പുറത്തുള്ള ഒരു ചെറിയ ഹോട്ടലിൽ അവർക്കായി മുറികൾ എടുത്തു. 3 വർഷത്തിന് ശേഷം തൻ്റെ മാതാപിതാക്കൾക്ക് ലഭിച്ച ആദ്യത്തെ നല്ല ഭക്ഷണമായിരുന്നു അത്. ഭക്ഷണം കഴിക്കുമ്പോഴും അമ്മയുടെ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. അച്ഛൻ പേടിയോടെ ചുറ്റും നോക്കുന്നുണ്ടായിരുന്നു. ആരെങ്കിലും വന്ന് തങ്ങളെ വീണ്ടും മാട്ടിയോടിക്കുമോ എന്ന ഭയം ആ വയോധികരുടെ ഉള്ളിൽ അത്രമേൽ വേരു നിന്നിരുന്നു. രാകേഷ് അവരെ ആശ്വസിപ്പിച്ചു. ഇനി ആരും നിങ്ങളെ തൊടില്ല, ഞാൻ തിരിച്ചു വന്നു. ആ രാത്രി രാകേഷിന് ഉറങ്ങാൻ കഴിഞ്ഞില്ല. സുമിത്തും സംഗീതയും ചേർന്ന് നടത്തിയ ക്രൂരതകൾ അവൻ്റെ മനസ്സിൽ കനലായി എരിഞ്ഞു. എന്നാൽ വൈകാരികമായി പ്രവർത്തിക്കുന്നത് തൻ്റെ ലക്ഷ്യത്തെ ബാധിക്കുമെന്ന് അയാൾക്കറിയാമായിരുന്നു. ഒരു IAS ഓഫീസർ എന്ന നിലയിൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വേണം നീങ്ങാൻ. സുമിത് അത്രയേറെ തന്ത്രപരമായാണ് ആധാരങ്ങൾ മാറ്റി എഴുതിയത്. അതിനാൽ നിയമത്തിൻ്റെ വഴിയിലൂടെ തന്നെ അവനെ പരാജയപ്പെടുത്തണം. പിറ്റേന്ന് രാവിലെ രാകേഷ് നേരെ പോയത് തൻ്റെ പുതിയ ജില്ലയിലെ തഹസിൽദാർ ഓഫീസിലേക്കല്ല, മറിച്ച് ഒരു സാധാരണക്കാരനായി തൻ്റെ വീട്ടിലിരിക്കുന്ന താലൂക്കിലെ റെക്കോർഡ് റൂമിലേക്കാണ്. അവിടെ നിന്ന് പഴയ ആധാരങ്ങളും രജിസ്ട്രേഷൻ രേഖകളും അവൻ പരിശോധിച്ചു. സുമിത് നടത്തിയ ചതിയുടെ ഓരോ ഘട്ടവും അവിടെ തെളിഞ്ഞു നിന്നു. മാതാപിതാക്കളുടെ വിരലടയാളം പതിപ്പിച്ച രേഖകളിൽ അവർക്ക് പണം നൽകിയതായി കാണിച്ചിരുന്നു. എന്നാൽ അത്തരം യാതൊരു ഇടപാടുകളും ബാങ്കുകളിൽ വഴി നടന്നിട്ടില്ലെന്ന് രാകേഷ് കണ്ടെത്തി. കൂടാതെ ആധാരത്തിൽ ഒപ്പിട്ട സാക്ഷികൾ സുമിത്തിന്റെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു. രാകേഷ് തന്റെ ഔദ്യോഗിക ഐഡന്റിറ്റി കാർഡ് പുറത്തെടുക്കാതെ തന്നെ ചില സുപ്രധാന വിവരങ്ങൾ ശേഖരിച്ചു. സുമിത് തൻ്റെ വീടും പറമ്പും ഒരു വലിയ റിയൽ എസ്റ്റേറ്റ് ഗ്രൂപ്പിന് മറിച്ചു വിൽക്കാൻ ശ്രമിക്കുകയാണെന്ന് അവൻ മനസ്സിലാക്കി. ആ കച്ചവടം നടന്നു കഴിഞ്ഞാൽ തൻ്റെ മാതാപിതാക്കൾക്ക് ആ വീട് തിരികെ കിട്ടുക പ്രായോഗികമായ ബുദ്ധിമുട്ടായിരിക്കും. സമയം വളരെ കുറവാണെന്ന് അവന് ബോധ്യമായി. അന്ന് വൈകുന്നേരം രാകേഷ് മമതയുമായി സംസാരിച്ചു. അവളിലെ ഭയം മാറിയിരുന്നില്ലെങ്കിലും രാകേഷിൻ്റെ സാന്നിധ്യം അവൾക്ക് വലിയൊരു ആത്മവിശ്വാസം നൽകി. രാകേഷ് മമതയോട് പറഞ്ഞു, മമത, നമ്മൾ ഉടനെ വീട്ടിലേക്ക് പോകുന്നില്ല. സുമിത്തിന് ഞാൻ വന്ന വിവരം അറിയരുത്. അവൻ സ്വയം കെണിയൊരുക്കി നിൽക്കുകയാണ്. അതിൽ അവൻ തന്നെ വീഴണം. രാകേഷ് ഒരു സ്വകാര്യ വക്കീലിനെ കണ്ട് വഞ്ചനക്കുറ്റത്തിന് പരാതി തയ്യാറാക്കി. ഒപ്പം തൻ്റെ വകുപ്പിലെ വിശ്വസ്തരായ ചില ഉദ്യോഗസ്ഥരെ വിളിച്ച് ആധാരത്തിലെ ക്രമക്കേടുകളെക്കുറിച്ച് രഹസ്യമായി അന്വേഷിക്കാൻ നിർദ്ദേശിച്ചു. ഒരു IAS ഓഫീസറുടെ അധികാരത്തേക്കാൾ സത്യം തെളിയിക്കാനുള്ള ഒരു മകൻ്റെ നിശ്ചയദാർഢ്യമായിരുന്നു രാകേഷിനെ നയിച്ചത്. സുമിത്തും സംഗീതയും തങ്ങളുടെ പുതിയ ആഡംബര ജീവിതം ആസ്വദിക്കുമ്പോൾ തങ്ങളെ തകർക്കാൻ പോകുന്ന കൊടുങ്കാറ്റ് അടുത്തുണ്ടെന്ന് അവർ അറിഞ്ഞതേയില്ല. രാകേഷ് തൻ്റെ പുതിയ ജില്ലയിൽ ഓഫീസറായി ചുമതലയേൽക്കുന്ന ദിവസം എത്തിച്ചേർന്നു. കസേരയിൽ ഇരിക്കുമ്പോൾ എല്ലാവരും നൽകിയ സല്യൂട്ടുകളും ആദരവും അവൻ ഒരു വലിയ ഭാരമായിട്ടാണ് തോന്നിയത്. തൻ്റെ മുന്നിലിരിക്കുന്ന ഓരോ ഫയലിലും ജനങ്ങളുടെ ജീവിതമുണ്ടെന്ന് അയാൾക്ക് ഇപ്പോൾ നന്നായി അറിയാം. കാരണം സ്വന്തം കുടുംബം തന്നെ ഒരു ഫയലിൻ്റെയും ചതിയുടെയും ഇരകളായിരുന്നല്ലോ. പ്ലാറ്റ്ഫോമിലെ ആ ഭിക്ഷപാത്രം അയാളുടെ മനക്കണ്ണിൽ മായാതെ നിന്നു. താൻ IAS ഓഫീസറായി നാട്ടിൽ തിരിച്ചെത്തിയ വിവരം സുമിത്തും സംഗീതയും അറിയരുതെന്ന് രാകേഷിന് നിർബന്ധമുണ്ടായിരുന്നു. കാരണം അവർ വിവരം അറിഞ്ഞാൽ ഉടൻ തന്നെ ആധാരങ്ങളും തെളിവുകളും നശിപ്പിക്കുകയോ മാതാപിതാക്കളെ സ്വാധീനിക്കാൻ ശ്രമിക്കുകയോ ചെയ്യും. രാകേഷ് തൻ്റെ ഓഫീസിലെ വളരെ വിശ്വസ്തരായ 2 ഉദ്യോഗസ്ഥരെ വിളിച്ച് രഹസ്യമായി ഒരു ചുമതല ഏൽപ്പിച്ചു. തൻ്റെ ഗ്രാമത്തിലെ ഭൂമി ഇടപാടുകളെക്കുറിച്ചും കഴിഞ്ഞ 3 വർഷത്തിനിടെ വയോധികരുടെ പേരിൽ നടന്ന ആധാര കൈമാറ്റങ്ങളെക്കുറിച്ചും ഒരു റിപ്പോർട്ട് സമർപ്പിക്കാൻ അവൻ ആവശ്യപ്പെട്ടു.
അന്വേഷണം പുരോഗമിക്കവേ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നത്. സുമിത് രാകേഷിന്റെ കുടുംബത്തിനെ മാത്രമല്ല ചതിച്ചിരുന്നത്, ആ ഗ്രാമത്തിലെ മറ്റ് ചില പാവപ്പെട്ട വയോധികരെയും സമാനമായ രീതിയിൽ അവൻ കബളിപ്പിച്ചിരുന്നു. തഹസീൽദാർ ഓഫീസിലെ ചില ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലി നൽകിയാണ് അവൻ ഇതെല്ലാം സാധിച്ചെടുത്തത്. അധികാരം പണമുള്ളവന്റെ കയ്യിലാണ് എന്ന് സുമിത്തിന്റെ വിശ്വാസം തകർക്കാൻ രാകേഷ് തയ്യാറെടുത്തു. ഇതിനിടയിൽ മമതയെ സാധാരണ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ രാകേഷ് ശ്രമിച്ചു. പ്ലാറ്റ്ഫോമിലെ ആ ഭീകരമായ ഓർമ്മകളിൽ നിന്ന് അവൾക്ക് മോചനം നൽകണമായിരുന്നു. അവൻ അവളെ നഗരത്തിലെ ഒരു സ്വയം സഹായ സംഘത്തിൽ ചേർത്തു. അവൾക്ക് തുന്നൽ പഠിക്കാനും മറ്റു തൊഴിലുകൾ ചെയ്യാനുമുള്ള അവസരം ഒരുക്കി. മമത പതുക്കെ പഴയ ആത്മവിശ്വാസം വീണ്ടെടുക്കാൻ തുടങ്ങി. അവൾക്ക് ഇപ്പോൾ ഭിക്ഷാടകയുടെ വേഷമില്ല, മറിച്ച് ഒരു ഓഫീസറുടെ ഭാര്യയുടെ അന്തസ്സുണ്ട്. എങ്കിലും അവൾക്കൊരു കണ്ടീഷൻ ഉണ്ടായിരുന്നു. നമുക്ക് കിട്ടിയതുപോലെ ഒരു തിരിച്ചടി സുമിത് ഭായിക്കും സംഗീത ചേച്ചിക്കും കിട്ടണം. പക്ഷേ അത് നിയമപരമായിട്ടായിരിക്കണം. സുമിത് ഭൂമി വിൽക്കാൻ പോകുന്ന റിയൽ എസ്റ്റേറ്റ് ഗ്രൂപ്പിനെ രാകേഷ് രഹസ്യമായി ബന്ധപ്പെട്ടു. ആ ഭൂമി തർക്കത്തിലാണെന്നും അത് വാങ്ങുന്നത് നിയമവിരുദ്ധമാണെന്നും അവർക്ക് മുന്നറിയിപ്പ് നൽകി. കയ്യിലിരുന്ന അവസാന പണവും ഉപയോഗിച്ച് കച്ചവടം ഉറപ്പിക്കാൻ നിൽക്കുന്ന സുമിത്തിന് ഇതൊരു വലിയ പ്രഹരമായിരിക്കും. ഒരു വൈകുന്നേരം രാകേഷ് തൻ്റെ അമ്മയോടും അച്ഛനോടും സംസാരിച്ചു. അച്ഛാ, നിങ്ങൾക്ക് നമ്മുടെ വീട് തിരികെ വേണോ എന്ന് ചോദിച്ചപ്പോൾ ആ അച്ഛൻ പറഞ്ഞു, മകനെ, വീടിനേക്കാൾ കൂടുതൽ എനിക്ക് നഷ്ടപ്പെട്ട് സമാധാനമാണ്. അവൻ എൻ്റെ മകനല്ലേ. അവൻ എന്നെ തെരുവിലേക്ക് തള്ളിയപ്പോൾ എൻ്റെ ഹൃദയമാണ് തകർന്നത്. രാകേഷ് അച്ഛനെ ചേർത്ത് പിടിച്ചു. നീതി നടപ്പിലാക്കുക എന്നത് തൻ്റെ ഔദ്യോഗിക കടമ മാത്രമല്ല, മറിച്ച് ഒരു മകൻ എന്ന നിലയിലുള്ള കടമ കൂടിയാണെന്ന് അവൻ ഉറപ്പിച്ചു. അടുത്ത ആഴ്ച സുമിത്തിന് ഒരു സർപ്രൈസ് നോട്ടീസ് അയക്കാൻ രാകേഷ് തൻ്റെ PAക്ക് നിർദ്ദേശം നൽകി. രാകേഷ് വിരിച്ച നിയമവലയിൽ സുമിത്തും സംഗീതയും പതുക്കെ കുടുങ്ങിക്കൊണ്ടിരുന്നു. തങ്ങൾ പിടിച്ചടക്കിയ സ്വത്ത് വിറ്റ് കോടികളുമായി നഗരത്തിലേക്ക് മാറാൻ തയ്യാറെടുക്കുകയായിരുന്നു അവർ. വീടിൻ്റെ അറ്റകുറ്റപ്പണികൾ നടത്തിയും പുതിയ ഫർണിച്ചറുകൾ വാങ്ങിയും അവർ ആഡംബര ജീവിതം ആഘോഷിച്ചു. മാതാപിതാക്കളും മമതയും എവിടെയാണെന്നോ അവർ ജീവിച്ചിരിപ്പുണ്ടോ എന്നോ ഉള്ള ചിന്ത പോലും അവരെ അലട്ടിയില്ല. എന്നാൽ ആ ആഘോഷങ്ങൾ അധിക നാൾ നീണ്ടുനിന്നില്ല. ഒരു ദിവസം രാവിലെ സുമിത്തിൻ്റെ വീട്ടുമുറ്റത്ത് ഒരു സർക്കാർ വാഹനം വന്നു നിന്നു. ജില്ലാ കളക്ടറുടെ ഓഫീസിൽ നിന്നുള്ള പ്രത്യേക നോട്ടീസുമായിട്ടായിരുന്നു ഉദ്യോഗസ്ഥൻ എത്തിയത്. കഴിഞ്ഞ 3 വർഷത്തിനിടെ നടന്ന ഭൂമി കൈമാറ്റങ്ങളിൽ വലിയ ക്രമക്കേടുകൾ കണ്ടെത്തിയിട്ടുണ്ടെന്നും അന്വേഷണം പൂർത്തിയാകുന്നതുവരെ ആ സ്വത്തുക്കൾ കൈമാറ്റം ചെയ്യുന്നത് തടഞ്ഞു വെച്ചിരിക്കുകയാണെന്നും നോട്ടീസിലുണ്ടായിരുന്നു. കൂടാതെ സുമിത്തിന്റെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കാനും ഉത്തരവായി. എങ്ങനെ ഇത് സംഭവിച്ചു? തഹസീൽദാർ ഓഫീസിൽ നമ്മൾ പണം കൊടുത്തതല്ലേ എന്ന് സംഗീത പരിഭ്രമത്തോടെ ചോദിച്ചു. സുമിത് ഉടൻ തന്നെ താൻ കൈക്കൂലി നൽകിയ ഉദ്യോഗസ്ഥരെ വിളിച്ചു. എന്നാൽ അവർ കൈ മലർത്തി. പുതിയതായി വന്ന ഓഫീസർ വളരെ കർക്കശക്കാരനാണ്. സാർ നേരിട്ടാണ് ഈ ഫയൽ കൈകാര്യം ചെയ്യുന്നത്, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്നായിരുന്നു അവരുടെ മറുപടി. സുമിത് ആകട്ടെ വക്കീലന്മാരെ കാണാൻ ഓടി. എന്നാൽ രേഖകളെല്ലാം തിരിമറി വ്യക്തമായിരുന്നുകൊണ്ട് ആരും കേസ് എടുക്കാൻ തയ്യാറായില്ല. ഇതിനിടയിൽ ഗ്രാമത്തിലെ മറ്റ് വയോധികരും സുമിത്തിനെതിരെ പരാതിയുമായി രംഗത്തെത്തി. തങ്ങളുടെ ജില്ലാ ഓഫീസർ നീതിമാനാണെന്ന വാർത്ത അറിഞ്ഞതോടെ നാട്ടുകാർക്കും ധൈര്യം വന്നു. സുമിത്തും സംഗീതയും ഒറ്റപ്പെട്ടു. ഒരിക്കൽ അവരെ കണ്ട് കൈകൂപ്പി നിന്നിരുന്ന ഗ്രാമവാസികൾ ഇപ്പോൾ അവരെ പുച്ഛത്തോടെ നോക്കാൻ തുടങ്ങി. അതേസമയം രാകേഷ് തൻ്റെ ഓഫീസിൽ ഇരുന്നു കൊണ്ട് സുമിത്തിൻ്റെ ഓരോ ചലനങ്ങളും നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. സുമിത് പലവട്ടം പുതിയ ഓഫീസറെ കാണാൻ സമയം ചോദിച്ചെങ്കിലും രാകേഷ് അത് നിരസിച്ചു. നിയമം അതിൻ്റെ വഴിക്ക് പോകട്ടെ എന്നായിരുന്നു രാകേഷിന്റെ നിലപാട്. മമത ഇപ്പോൾ പൂർണ്ണ ആരോഗ്യവതിയാണ്. സുമിത്തിന്റെ കയ്യിലുണ്ടായിരുന്ന പണം തീരാൻ തുടങ്ങി. റിയൽ എസ്റ്റേറ്റ് ഗ്രൂപ്പ് കച്ചവടത്തിൽ നിന്ന് പിന്മാറി. വക്കീൽ ഫീസിനും നിത്യചെലവിനുമായി അവർ കഷ്ടപ്പെട്ടു. ഒരു രാത്രി സുമിത്തും സംഗീതയും ഇരുന്ന് കരഞ്ഞു. തങ്ങൾ സ്വർഗമായി കരുതിയ ആ വീട് ഇപ്പോൾ അവർക്ക് ഒരു ജയിലായി തോന്നി. പക്ഷേ ഈ സംഭവങ്ങൾക്ക് പിന്നിൽ തൻ്റെ സ്വന്തം അനിയനാണെന്ന് സുമിത് ഇപ്പോഴും സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. അടുത്ത ദിവസം നേരിട്ട് ഹാജരാകാൻ സുമിത്തിനെ സമൻസ് അയക്കാൻ രാകേഷ് ഉത്തരവിട്ടു. ജില്ലാ ഓഫീസറുടെ ആസ്ഥാനത്ത് വലിയൊരു ജനക്കൂട്ടം തന്നെയുണ്ടായിരുന്നു. സുമിത്തും സംഗീതയും പേടിയോടെയും വിറയ്ക്കുന്ന കാലുകളോടെയുമാണ് അങ്ങോട്ട് വന്നത്. തങ്ങളെ വിളിപ്പിച്ചത് എന്തിനാണെന്ന് അവർക്ക് ഏകദേശ ധാരണ ഉണ്ടായിരുന്നു.
വിധി എന്തായിരിക്കുമെന്ന് അവർക്കറിയില്ലായിരുന്നു. ഓഫീസിന്റെ വരാന്തയിൽ വെച്ച് സുമിത് കണ്ട കാഴ്ച അവനെ ഞെട്ടിച്ചു. അവിടെ മമതയും തന്റെ വയസ്സായ മാതാപിതാക്കളും പുത്തൻ വസ്ത്രങ്ങൾ ധരിച്ച് അന്തസ്സോടെ ഇരിക്കുന്നു. നിങ്ങൾ എങ്ങനെ ഇവിടെ എത്തി? സുമിത് ദേഷ്യത്തോടെ അലറി. ഈ പിച്ചക്കാർക്ക് ഇവിടെ എന്താണ് കാര്യം? സംഗീതയും ചേർന്ന് അവരെ ആക്ഷേപിക്കാൻ തുടങ്ങിയതും അവിടുത്തെ സുരക്ഷാ ഉദ്യോഗസ്ഥർ അവരെ തടഞ്ഞു. മര്യാദയായി സംസാരിക്കൂ, ഇത് കളക്ടറുടെ ഓഫീസാണ്, ഉദ്യോഗസ്ഥർ കർക്കശമായി പറഞ്ഞു. അല്പസമയത്തിനകം സുമിത്തിനെയും സംഗീതയെയും ഓഫീസറുടെ ചേംബറിലേക്ക് വിളിപ്പിച്ചു. അകത്തേക്ക് കയറിയ അവർ കണ്ടത് തിരിഞ്ഞു നിന്ന് ഒരു ഫയൽ നോക്കുന്ന ഓഫീസറെയാണ്. സുമിത് കൈകൂപ്പി പതുക്കെ പറഞ്ഞു, സാർ, ഞങ്ങളെ എന്തിനാണ് വിളിപ്പിച്ചത്? ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. കസേര പതുക്കെ തിരിഞ്ഞു. തൻ്റെ മുന്നിലിരിക്കുന്നത് 3 വർഷം മുമ്പ് താൻ ആട്ടിപ്പായിച്ച, താൻ തോറ്റുപോയെന്ന് കരുതിയ സ്വന്തം അനിയൻ രാകേഷ് ആണെന്ന് കണ്ടപ്പോൾ സുമിത്തിൻ്റെ കണ്ണുകൾ തള്ളിപ്പോയി. സംഗീതയുടെ നാവ് പിണഞ്ഞു. അവർക്ക് ശബ്ദം പുറത്തേക്ക് വന്നില്ല. രാകേഷ് തൻ്റെ കസേരയിൽ നിന്ന് എഴുന്നേറ്റ് അവരുടെ അടുത്തേക്ക് വന്നു. ഗൗരവമേറിയ മുഖത്തോടെ അവൻ ചോദിച്ചു, എന്താ ഏട്ടാ, സുഖമാണോ? നിങ്ങളുടെ അനിയൻ തോറ്റുപോയി തെണ്ടി നടക്കുമെന്ന് നിങ്ങൾ പറഞ്ഞിരുന്നല്ലോ. പക്ഷേ ദൈവം നിശ്ചയിച്ചത് മറ്റൊന്നാണ്. സുമിത് രാകേഷിൻ്റെ കാൽക്കൽ വീണു. രാകേഷ്, എന്നോട് ക്ഷമിക്കൂ, എനിക്ക് തെറ്റുപറ്റി, അവൻ നിലവിളിച്ചു. എന്നാൽ രാകേഷ് അവൻ്റെ കൈകൾ മാറ്റി. ഇത് ക്ഷമിക്കേണ്ടത് ഞാനല്ല. റെയിൽവേ പ്ലാറ്റ്ഫോമിലെ തണുപ്പിൽ വിറച്ചു കിടന്ന അച്ഛനോടും അമ്മയോടുമാണ് നിങ്ങൾ മാപ്പ് ചോദിക്കേണ്ടത്. വിശപ്പടക്കാൻ ഭിക്ഷപാത്രം നീട്ടേണ്ടി വന്ന മമതയോടാണ് നിങ്ങൾ ഉത്തരം പറയേണ്ടത്. സ്വന്തം രക്തത്തെ തെരുവിലേക്ക് എറിഞ്ഞ നിങ്ങളെ നിയമത്തിന് വിട്ടുകൊടുക്കുകയല്ലാതെ എനിക്ക് മറ്റ് വഴികളില്ല. രാകേഷ് ഓരോ തെളിവുകളും അവരുടെ മുന്നിൽ നിരത്തി. ചതിയിലൂടെ നേടിയ ആധാരങ്ങൾ, വ്യാജ ഒപ്പുകൾ, സാക്ഷികളുടെ മൊഴികൾ എല്ലാം നിരത്തിയപ്പോൾ സുമിത്തിന് മറുപടി ഉണ്ടായിരുന്നില്ല. കോടതി വിധി ഉടൻ വരുമെന്നും തട്ടിയെടുത്ത എല്ലാ സ്വത്തുക്കളും തിരികെ നൽകേണ്ടി വരുമെന്നും രാകേഷ് അവരെ അറിയിച്ചു. പണമുണ്ടാക്കാൻ ഏത് ചതിയും ചെയ്യാം എന്ന് നിങ്ങൾ കരുതി. പക്ഷേ അധികാരം സത്യത്തിൻ്റെ കൂടെ നിൽക്കുമ്പോൾ നിങ്ങളെപ്പോലെയുള്ളവർക്ക് ഈ ലോകത്ത് ഒരിടവും ഉണ്ടാകില്ല, രാകേഷ് പറഞ്ഞു. അവിടെ വെച്ച് തന്നെ പോലീസിനെ വിളിച്ച് അന്വേഷണത്തിന് സഹകരിക്കാൻ രാകേഷ് നിർദ്ദേശിച്ചു. സുമിത്തും സംഗീതയും അപമാനിതരായി തല താഴ്ത്തി നിന്നു. പ്ലാറ്റ്ഫോമിൽ വെച്ച് തൻ്റെ കുടുംബം അനുഭവിച്ച അതേ വേദന അവരുടെ കണ്ണുകളിൽ രാകേഷ് അന്ന് കണ്ടു. പക്ഷേ അത് പ്രതികാരത്തിൻ്റെ സന്തോഷമായിരുന്നില്ല, മറിച്ച് നീതി നടപ്പിലാക്കിയതിൻ്റെ സമാധാനമായിരുന്നു. അറസ്റ്റ് ഭീഷണിയിൽ നിന്നും നിയമക്കുരുക്കിൽ നിന്നും രക്ഷപ്പെടാൻ യാതൊരു വഴിയുമില്ലെന്ന് സുമിത്തും സംഗീതയും തിരിച്ചറിഞ്ഞു. കോടതി വിധി പ്രകാരം ചതിയിലൂടെ നേടിയെടുത്ത എല്ലാ സ്വത്തുക്കളും ഉടൻ തന്നെ രാകേഷിൻ്റെ മാതാപിതാക്കളുടെ പേരിലേക്ക് തിരിച്ചു നൽകാൻ ഉത്തരവായി. നിയമം അതിൻ്റെ കടമ നിർവഹിച്ചെങ്കിലും രാകേഷിൻ്റെ ഉള്ളിൽ ഒരു മകൻ എന്ന നിലയിലുള്ള സംഘർഷം ബാക്കിയുണ്ടായിരുന്നു. സുമിത് ചെയ്ത ക്രൂരതകൾക്ക് ജയിൽ ശിക്ഷ നൽകാൻ അവന് അധികാരമുണ്ടായിരുന്നു. എങ്കിലും തൻ്റെ മാതാപിതാക്കളുടെ മുഖം അവനെ തടഞ്ഞു. തൻ്റെ ഓഫീസിൽ വെച്ച് രാകേഷ് അവരോട് അവസാനമായി സംസാരിച്ചു. നിങ്ങൾ ചെയ്തത് വലിയൊരു പാപമാണ്. പക്ഷേ നിങ്ങളെ ജയിലിലിടച്ചാൽ എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഉണ്ടായ സങ്കടം മാറില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഒരു അവസരം നൽകുകയാണ്. രാകേഷ് സുമിത്തിനെയും സംഗീതയും തിരികെ വീട്ടിലേക്ക് കൊണ്ടുപോയി. എന്നാൽ പഴയതുപോലെയല്ല. ഇപ്പോൾ ആ വീടിൻ്റെ പൂർണ്ണ ഉടമസ്ഥാവകാശം മാതാപിതാക്കൾക്കാണ്. സുമിത്തും സംഗീതയും അവിടെ താമസിക്കണമെങ്കിൽ മാതാപിതാക്കളെയും മമതയെയും സേവിക്കണമെന്നായിരുന്നു രാകേഷിൻ്റെ നിബന്ധന. തങ്ങളുടെ പ്രിയപ്പെട്ട വീടിൻ്റെ ഉമ്മറത്ത് മാതാപിതാക്കൾ വീണ്ടും ഇരുന്നു. മമത ആ വീട്ടിൻ്റെ വിളക്ക് തെളിയിച്ചു. സുമിത്തും സംഗീതയും തല കുനിച്ച് അവരുടെ കാൽക്കൽ വീണ് മാപ്പിരുന്നു. പ്ലാറ്റ്ഫോമിലെ കഷ്ടപ്പാടുകൾ അനുഭവിച്ച മമതയ്ക്ക് അവരോട് ദേഷ്യം തോന്നിയില്ല, മറിച്ച് സഹതാപമാണ് തോന്നിയത്. അവൾ അവരെ എഴുന്നേൽപ്പിച്ചു പറഞ്ഞു, പണത്തിനും സ്വത്തിനും വേണ്ടിയല്ലേ നിങ്ങൾ ഇതെല്ലാം ചെയ്തത്? ഇന്ന് അതെല്ലാം ഞങ്ങളുടെ കയ്യിലുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് വേണ്ടത് പണമല്ല, തകർന്നു പോയ ഈ കുടുംബത്തെ തിരികെ പിടിക്കാനാണ്. രാകേഷ് തൻ്റെ പദവി ഉപയോഗിച്ച് നാട്ടിൽ വലിയൊരു മാറ്റം കൊണ്ടുവന്നു. സ്വന്തം വീടിരിക്കുന്ന പറമ്പിൻ്റെ ഒരു ഭാഗത്ത് അവൻ വയോധികർക്കായി ഒരു ചെറിയ പുനരധിവാസ കേന്ദ്രം ആരംഭിച്ചു. മക്കളാൽ ഉപേക്ഷിക്കപ്പെട്ടവരും ചതിക്കപ്പെട്ടവരുമായ വൃദ്ധർക്ക് അവിടെ അഭയം നൽകി. മമത ആ കേന്ദ്രത്തിൻ്റെ മേൽനോട്ടം ഏറ്റെടുത്തു. റെയിൽവേ സ്റ്റേഷനിൽ ഭിക്ഷ യാചിക്കാൻ വിധിക്കപ്പെട്ട ആ പഴയ മമത ഇന്ന് അനേകം പേരുടെ കണ്ണീരൊപ്പുന്ന തണലായി മാറി. സുമിത്തിനെയും സംഗീതയെയും ആ കേന്ദ്രത്തിൻ്റെ സേവനം ചെയ്യാൻ രാകേഷ് നിയോഗിച്ചു. അഹങ്കാരം വെടിഞ്ഞ് മറ്റുള്ളവരെ സഹായിക്കുന്നതിലൂടെ മാത്രമേ അവരുടെ പാപത്തിന് പ്രായശ്ചിത്തം ലഭിക്കൂ എന്ന് അവൻ വിശ്വസിച്ചു. മാസങ്ങൾ കടന്നുപോയി. ഒരു വൈകുന്നേരം രാകേഷും മമതയും വീണ്ടും ആ പഴയ റെയിൽവേ സ്റ്റേഷനിലൂടെ നടന്നു.
ഇന്ന് അവരുടെ കയ്യിൽ ഭിക്ഷപാത്രമല്ല, മറിച്ച് പരസ്പരം കോർത്തുപിടിച്ച കൈകളും ഹൃദയം നിറഞ്ഞ സംതൃപ്തിയുമുണ്ട്. സ്റ്റേഷനിലെ തിരക്കുകൾക്കിടയിൽ രാകേഷ് പറഞ്ഞു, മമത, 3 വർഷം മുൻപ് ഞാൻ ഈ പ്ലാറ്റ്ഫോമിൽ നിന്നാണ് പോയത്. അന്ന് ലക്ഷ്യം വെറും പദവിയായിരുന്നു. പക്ഷേ ഇന്ന് ഞാൻ തിരിച്ചറിഞ്ഞു, യഥാർത്ഥ അധികാരം എന്നത് മറ്റുള്ളവരുടെ കണ്ണീരൊപ്പാനുള്ള കഴിവാണ്. ട്രെയിനിൻ്റെ വിസിൽ മുഴങ്ങി. ജീവിതം അതിൻ്റെ പ്രയാണം തുടങ്ങുകയാണ്. രാകേഷിൻ്റെ മാതാപിതാക്കൾ ഇപ്പോൾ സന്തോഷത്തോടെ ആ വീട്ടിൽ കഴിയുന്നു. സ്നേഹവും സത്യവും മുറുകെ പിടിച്ചാൽ കാലം നീതി നടപ്പിലാക്കുമെന്ന് ആ കുടുംബം ലോകത്തിന് കാണിച്ചു കൊടുത്തു. അധികാരം വലിയ കാര്യമാണ്, പണം ആവശ്യവുമാണ്. പക്ഷേ ഇവയേക്കാളെല്ലാം വലുത് മുറിവേറ്റ ഹൃദയങ്ങളെ ചേർത്ത് പിടിക്കാനുള്ള മനുഷ്യത്വമാണെന്ന വലിയ പാഠത്തോടെ ആ കഥ അവസാനിക്കുന്നു.